السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والعاقبة للمتقين، ولا عدوان إلا على الظالمين. ونصلي ونسلم على أشرف الأنبياء والمرسلين، نبينا محمد وعلى آله وأصحابه الفائزين برضا الله. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لاهية قلوبهم وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون. اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറെ സ്നേഹവും ബഹുമാനവും നിറഞ്ഞ രക്ഷിതാക്കളെ, സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധികളും വിലക്കുകളും ജീവിതത്തിൽ പരിപൂർണമായി ഉൾക്കൊണ്ട് മുത്തഖീങ്ങളായി ജീവിക്കണം എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങളിൽ ഓരോരുത്തരെയും ആമുഖമായി ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു ആ രൂപത്തിൽ ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. സൂറത്തുൽ അംബിയാ അതിൻ്റെ 3-ാമത്തെ ആയത്ത്, അതിൻ്റെ ഒരല്പഭാഗമാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ ഉത്ബോധനങ്ങൾ കേൾക്കുന്ന ആളുകൾ അശ്രദ്ധമായ മനസ്സോടുകൂടി കേൾക്കുന്നു. അവർ ഉത്ബോധനങ്ങളിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകളാണ്. 2-ാമത്തെ ആയത്തിൻ്റെ അവസാനത്തേതിൻ്റെ ബാക്കിയാണ് 3-ാമത്തെ ആയത്തിൻ്റെ തുടക്കം. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പഠിച്ചത്. അപ്പോൾ മനസ്സ് പങ്കെടുക്കണം ഏത് കർമ്മത്തിലും. മനസ്സ് അറിയാത്ത, ഖൽബിൽ സ്ഥാനം പിടിക്കാത്ത ഒരു പ്രവർത്തനവും സ്വീകാര്യമല്ല എന്നതാണ്. ശേഷം അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് മക്കയിലെ മുശ്രിക്കുകൾ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
നടത്തുന്ന പ്രബോധന പ്രവർത്തനങ്ങൾ അതിനെ തടയിടാൻ എന്താണ് ഇനി മാർഗം എന്ന് അവർ കൂടിയാലോചന നടത്തിയതിനെ കുറിച്ചാണ് പിന്നെ അള്ളാഹു പറഞ്ഞു തരുന്നത്. ആ ഭാഗമാണ് ഇനി നമുക്ക് മനസ്സിലാക്കാനുള്ളത്. നോക്കാം. മൂന്നാമത്തെ ആയത്ത് ഒന്നുകൂടി നമുക്കൊന്ന് പാരായണം ചെയ്ത് അതിലേക്ക് വരാം. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. لاهية قلوبهم وأسروا النجوى الذين ظلموا وأسروا النجوى الذين ظلموا هل هذا إلا بشر مثلكم هل هذا إلا بشر مثلكم أفتأتون السحر وأنتم تبصرون أفتأتون السحر وأنتم تبصرون ഒന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്ത ഭാഗം ഒന്നർത്ഥം പറയാം. ലാഹിയത്തൻ എന്താണ്? അശ്രദ്ധയിലായി. ഖുലൂബുഹും അവരുടെ ഹൃദയങ്ങൾ, അല്ലെ? വഅസറു അവർ രഹസ്യമാക്കി. അന്നജുവ സ്വകാര്യ സംസാരം. അല്ലദീന വലമു വലമ അക്രമം പ്രവർത്തിച്ചവർ. ഇനി എന്താണ് അവർ ചെയ്ത ളുൽമ്? എന്താണ് രഹസ്യമായി അവർ കൂടിയ ആ യോഗത്തിൽ എടുത്ത തീരുമാനം? അവിടെ നമ്മൾ പറഞ്ഞു, രഹസ്യമായ സംസാരങ്ങൾ അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതുമുണ്ട്. അനുവദിക്കപ്പെട്ടത് എന്തിനു വേണ്ടി മാത്രമാണ്? ബിർറ്, അതുപോലെ വത്തഖ്വ. സൂറത്തുൽ മുജാദിലയിൽ ആ ഭാഗം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സൂചിപ്പിച്ചതാണ്. എന്നാൽ ഇത്മ്, പാപം, അതുപോലെ അക്രമം,
അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എതിര് പ്രവർത്തിക്കുന്ന ഒരു കാര്യത്തിലും എന്ത് ചെയ്യാൻ പാടില്ല? രഹസ്യമായി സംസാരിക്കാൻ കൂടാൻ പാടില്ല എന്നർത്ഥം. അല്ലദീന ലലമു, ളാലിമീങ്ങളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചില കാര്യങ്ങളൊക്കെ സൂചിപ്പിച്ചു. ഇനി വിശുദ്ധ ഖുർആന് പരിശോധിച്ചാൽ ഒരുപാട് സ്ഥലങ്ങളിൽ കാണുന്ന ഒരു ശൈലിയാണ് വമൻ അദ്ലമു മിമ്മൻ. ഈ പ്രയോഗം നമ്മൾ ഖുർആനിൽ പല സ്ഥലങ്ങളിലും കാണാൻ പറ്റും. അതായത് ഒരുവനേക്കാൾ ഏറ്റവും വലിയ അക്രമി ആരുണ്ട്, അതായത് ഏറ്റവും വലിയ ളാലിമീങ്ങൾ ആരാണ് എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ ചില കാരണങ്ങൾ അതൊന്ന് പെട്ടെന്ന് നമുക്കൊന്ന് പറഞ്ഞു പോകാം, ഇതിൻ്റെ കൂടെ മനസ്സിലാക്കേണ്ടതാണ് എന്നതുകൊണ്ട്. ഒന്നാമത്തത്, അള്ളാഹുവിൻ്റെ ഉത്ബോധനം ഒരു വിഷയത്തിൽ അത് മനസ്സിലായിട്ട് അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്ന ആളുകൾ. നാം ചെയ്യുന്ന ഒരു കാര്യം അതിൽ നന്മ ഇന്നതാണ് തിന്മ ഇന്നതാണ് എന്ന് മനസ്സിലായിട്ട് ആ നന്മ സ്വീകരിക്കാതെ തിന്മയുടെ പിന്നാലെ പോവുക. ഒരു കാര്യത്തിൽ നിന്ന് അള്ളാന്റെ ഉപദേശം കേട്ടിട്ട് അതിന്ന് തിരിഞ്ഞു കളയുക. ഇപ്പൊ ഖുർആനിലെ ഇപ്പൊ നാളെ അല്ലെങ്കിൽ ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ച രാവാണ് അല്ലെ, വെള്ളിയാഴ്ചയുടെ സുബഹിയിൽ നമുക്ക് പാരായണം ചെയ്യാൻ പ്രത്യേകം സുന്നത്താക്കപ്പെട്ട 2 സൂറത്ത് ഏതാണ്? ഒന്നാമത്തെ റക്അത്തിൽ സൂറത്തു സജദ അല്ലെ, രണ്ടാമത്തെ റക്അത്തിൽ സൂറത്തുൽ ഇൻസാൻ. സൂറത്തു സജദയിലെ 22ാമത്തെ ആയത്തിൽ അല്ലാഹു പറഞ്ഞു, വമൻ അദ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി. അല്ലാഹുവിന്റെ ആയത്ത് മുഖേന ഉത്ബോധനം നൽകപ്പെട്ടിട്ട് സുമ്മ അഅറദ അൻഹാ, അതിൽ നിന്ന് തിരിഞ്ഞു കളയുന്നവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? അതാണ് ഒന്നാമത്തത്. അതാണ്. രണ്ടാമത്തത്, സത്യത്തെ നിഷേധിച്ചു കളയുക. അള്ളാഹു അവന്റെ പ്രവാചകന്മാരിലൂടെ അല്ലെങ്കിൽ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അവതരിപ്പിച്ച വേദഗ്രന്ഥമായ വിശുദ്ധ ഖുർആൻ അത് സത്യസന്ധമാണ്. അങ്ങനെ അള്ളാഹു പ്രവാചകരിലൂടെ പഠിപ്പിച്ച സത്യമായ കാര്യങ്ങളെ ഉൾക്കൊള്ളാത്ത ആളുകൾ, അതിനെ നിഷേധിക്കുന്ന ആളുകൾ, അവർ വലിയ അക്രമികളാണ് എന്ന് ഖുർആൻ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. അല്ലാഹു പറഞ്ഞു, ഫമൻ അദ്ലമു മിമ്മൻ കദ്ദബ അലല്ലാഹി വകദ്ദബ ബിസ്സിദ്ഖി ഇദ് ജാഅഹു. അല്ലാഹുവിന്റെ പേരിൽ കള്ളം പറയുകയും സത്യം തനിക്ക് വന്നെത്തിയപ്പോൾ അതിനെ നിഷേധിച്ചു തള്ളുകയും ചെയ്തവനേക്കാൾ വലിയ അക്രമി ആരുണ്ട്? വമൻ അദ്ലമു മിമ്മൻ, അവനേക്കാൾ വലിയ അക്രമി ആരാണ് ഉള്ളത് എന്നാണ് അല്ലാഹു ചോദിക്കുന്നത്. അതുപോലെ തന്നെ വിശുദ്ധ ഖുർആനിൽ കാണാം, തിന്മകൾ ചെയ്ത് അത് തെറ്റാണ് എന്ന് ബോധ്യമായിട്ടും പശ്ചാത്തപിക്കാതെ നടക്കുന്ന ആളുകൾ. അത് ഒരുപാട് ആളുകളിൽ കാണുന്ന ഒരു സ്വഭാവമാണ്. തെറ്റുകൾ സ്വാഭാവികമാണ്, പക്ഷെ തെറ്റാണ് എന്നറിഞ്ഞാൽ ഈമാൻ ഉള്ളവന്റെ പ്രത്യേകതയാണ് അവൻ ഉടൻ അല്ലാഹുവിൽ തൗബ ചെയ്യും. അങ്ങനെ തൗബ ചെയ്യാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ
ഏറ്റവും വലിയ അക്രമികളാണ് എന്ന് 18-ാം അധ്യായം സൂറത്തുൽ കഹ്ഫിന്റെ 57-ാമത്തെ ആയത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നുണ്ട്. അതുപോലെ തന്നെ പള്ളികളിൽ തടസ്സമുണ്ടാക്കുന്ന ആളുകൾ, അള്ളാഹുവിനെ ആരാധിക്കാനും അവന്റെ നാമം സ്മരിക്കപ്പെടാനും വേണ്ടി സ്ഥാപിക്കപ്പെട്ട പള്ളികൾ, ആ പള്ളികളിൽ വെച്ച് അത് നടത്തപ്പെടുന്നതിന് തടസ്സമുണ്ടാക്കുന്ന ആളുകൾ, അതിന് അനുവദിക്കാത്ത ആളുകൾ, അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം സൂറത്തു അൽ ബഖറയുടെ 114-ാമത്തെ ആയത്തിൽ അല്ലാഹു പറയുന്നുണ്ട്, വമൻ അദ്ലമു മിമ്മൻ മനഅ മസാജിദല്ലാഹ് അൻ യുദ്കറ ഫീഹാ ഇസ്മുഹു വസആ ഫീ ഖറാബിഹാ. അവർ ഏറ്റവും വലിയ അക്രമികളാണ് എന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ളാലിമ് എന്നുള്ള പദം പഠിക്കുമ്പോൾ ഖുർആനിൽ പ്രയോഗിച്ച അദ്ലം, ഏറ്റവും വലിയ അക്രമി എന്ന ആ ഒരു അവസ്ഥ ആരെക്കുറിച്ചൊക്കെയാണോ അല്ലാഹു പ്രയോഗിച്ചത് അവരിൽ നമ്മളില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതും കൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഇനി ഇവിടെ മുശ്രിക്കുകളെ കുറിച്ചാണ് അല്ലദീന ളലമു എന്ന് പറഞ്ഞത്. നമ്മൾ ക്ലാസിന്റെ അവസാനം പറഞ്ഞു, പ്രബോധനം തടസ്സപ്പെടുത്തുക എന്നത് അക്രമികളുടെ സ്വഭാവമാണ്, ളാലിമീങ്ങളുടെ സ്വഭാവമാണ്. എന്താണ് അവർ കൂടിയെടുത്ത തീരുമാനം? രഹസ്യമായി കൂടി അവർ സമൂഹത്തിലേക്ക് പ്രചരിപ്പിക്കാൻ എടുത്ത ഒരു തീരുമാനം. അതായത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് എന്തൊക്കെ ആരോപണങ്ങൾ നമുക്ക് പറഞ്ഞുണ്ടാക്കാം, അതാണ് അവർ കൂടിയത്. എന്നിട്ട് അവര് പറയുന്ന ഒന്നാമത്തെ ആരോപണം എന്താണ്? ഇതാ, ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. എന്താണ് ഒന്നാമത്തെ തീരുമാനം? ഹൽ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും. ഹൽ ഹാദാ, എന്താണ് ഹൽ എന്ന് പറഞ്ഞാൽ? ഹൽ ആണോ, അല്ലേ, ഉണ്ടോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഹൽ എന്നുള്ള ഹർഫിന് നൽകുന്ന അർത്ഥം. ഹാദാ, ഹാദാ, സാധാരണ ഹാദ എന്ന് പറയുമ്പോൾ ഇത് എന്നാണ്, അല്ലെ? ഇവിടെ ഒരു വ്യക്തിയെ കുറിച്ചാണ്. അപ്പോ ഇവൻ എന്നർത്ഥത്തിലാണ് വരിക. ഇവനാണോ? ഹൽ ഹാദാ ഇല്ലാ ബശറുൻ. ബശർ, ബശർ, ബശർ മനുഷ്യൻ എന്നാണ് അർത്ഥം. ബശർ മനുഷ്യൻ, അല്ലെ? മനുഷ്യൻ എന്നുള്ളതിന് സാധാരണ നമ്മൾ പറയുന്ന അറബി വേറെന്ത്? ഇൻസ്, ഇൻസാൻ, അല്ലെ? ബശറും എന്ന് പറഞ്ഞാൽ ശരിക്ക് എന്താണ്? തൊലി എന്നാണ് വാക്കിന്റെ അർത്ഥം. ഓ സഖർ, എന്താ സഖർ? നരകത്തിന്റെ മറ്റൊരു നാമമാണ് സഖർ. അല്ലാഹു പറഞ്ഞില്ലേ, വമാ അദ്റാക മാ സഖർ. ഇതെന്താ ബാക്കി? ലാ തുബ്ഖി വലാ തദർ ലവാഹത്തുൻ ലിൽ ബശർ. സഖറിന്റെ കാഠിന്യം, ഒന്നും ബാക്കിയാക്കാതെ സർവ്വതും കരിച്ചു കളയുന്ന അഗ്നി എന്നാണ്. അവിടെ ലവാഹത്തുൻ ലിൽ ബശർ, അവിടെ ബശറിന് തൊലി എന്നാണ് അർത്ഥം. മനുഷ്യന് ബശർ എന്ന് പറയാനുള്ള കാരണം എന്താണ്? ഇതര സൃഷ്ടികളിൽ നിന്ന് മനുഷ്യന്റെ തൊലി
അത് ഏറെ പ്രത്യേകതയുള്ളതാണ്. മനുഷ്യന്റെ തൊലി നല്ല രൂപത്തിലാണ്. ഇതര സൃഷ്ടികളുടെ, മൃഗങ്ങളുടെ ഒക്കെ തൊലി അല്ലേ, അതൊക്കെ വലിയ സ്പർശിക്കുമ്പോൾ തന്നെ വലിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടാകുന്ന വിധത്തിലുള്ളതാണ്. മനുഷ്യന്റെ തൊലി നല്ലതാണ്. പക്ഷെ ആ കാരണം കൊണ്ടാണ് ബശർ എന്ന് മനുഷ്യന്, മനുഷ്യൻ എന്ന അർത്ഥത്തിൽ ഈ പദം പ്രയോഗിക്കുന്നത് എന്നതാണ് അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ അറിയിക്കുന്നത്. അപ്പൊ ഇല്ലാ ബശറും എന്ന് പറഞ്ഞാൽ മനുഷ്യനല്ലാതെ, മിസ്ലുക്കും, മിസ്ല് എന്താ, നിങ്ങളെപ്പോലെയുള്ള, അല്ലെ, മസലുൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ സാധനം, ഉദാഹരണം, അല്ലെ. മസലുല്ലദീന ഹുമ്മിലു തൗറാത ثم لم يحملوها كمثل الحمار يحمل أسفارا. എന്തിനെ കുറിച്ചാണ് പറഞ്ഞത്? തൗറാത്ത് എന്ന കിതാബ് നൽകപ്പെട്ട ഒരു ജനതയെ കുറിച്ചാണ് പറയുന്നത്. ഒരു തൗറാത്തിന്റെ വക്താക്കളാ. പക്ഷേ ആ തൗറാത്തിനെ എന്ത് ചെയ്തില്ല? ജീവിതത്തിലേക്ക് സ്വീകരിച്ചില്ല. ഇത് നമ്മോട് പറയാനുള്ള കാരണം, നമ്മൾ ഖുർആനിന്റെ ആളുകളാണ്. പക്ഷെ ആ ഖുർആനിനെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നില്ലെങ്കിൽ നമ്മൾ ആരാണ്? കമസലിൽ ഹിമാരി യഹ്മിലു അസ്ഫാറ. ഗ്രന്ഥങ്ങൾ ചുമന്ന് നടക്കുന്ന കഴുതകളെ പോലെ. അല്ലാഹുവിന്റെ പ്രയോഗമാണ്. ഗ്രന്ഥങ്ങൾ ചുമക്കുന്ന കഴുതകൾ പോലെ. മിസ്ലുക്കും, നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ. അപ്പൊ കൂടിയെടുത്ത തീരുമാനങ്ങളിൽ ഒന്ന്, ഇവൻ, അതായത് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യനല്ലാതെ വേറെ ഒന്നുമല്ല. ഇതാണ് ഒന്നാമത്തെ ആരോപണം. മക്കയിലെ മുശ്രിക്കുകള് കൂടിയിരുന്ന് തീരുമാനിച്ച, അവരുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധനത്തെ തടയിടാൻ അവര് കണ്ടെത്തിയ ഒന്നാമത്തെ ആരോപണം ഇതായിരുന്നു. ഇത് ഒന്നാമത്തെ റസൂല് മുതൽ തുടങ്ങിയതാണ്, അല്ലേ? ഒന്നാമത്തെ റസൂല് മുതൽ തുടങ്ങിയതാണ്. ആരാ ഒന്നാമത്തെ റസൂല്? ഒന്നാമത്തെ റസൂല് നൂഹ് നബി അലൈഹിസ്സലാം. നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ സൂചിപ്പിച്ചതാണ് റസൂലും നബിയും തമ്മിലുള്ള വ്യത്യാസത്തെ കുറിച്ച്. രണ്ടും രണ്ടാണ്, അല്ലേ? അത് മനസ്സിലാക്കാനുള്ള ഒരു മാനദണ്ഡം, എല്ലാ നബിമാരും എന്തല്ല, റസൂലുമാരല്ല. പക്ഷെ എല്ലാ റസൂലുമാരും എന്താണ്? നബിമാരാണ്. എല്ലാ റസൂലുമാരും നബിമാരാണ്. പക്ഷെ എല്ലാ നബിമാരും എന്തല്ല? റസൂലല്ല, അല്ലെ? ഇപ്പൊ മൂസാ നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ കുറിച്ച് പറയുമ്പോൾ തന്നെ അള്ളാഹു ഖുർആനിലെ 22-ാം അധ്യായം 52-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ വലാ നബിയ്യിൻ. ഉണ്ടോ? അവിടെ രണ്ടും ഒന്ന് എടുത്തു പറയാണ്. റസൂലിൻ വലാ നബിയ്യിൻ. നിനക്ക് മുമ്പ് ഒരു റസൂലിനെയും ഒരു പ്രവാചകനെയും ഞാൻ അയച്ചിട്ടില്ല.
ഈ വചനത്തിന് റസൂല്, നബി എന്നീ രണ്ട് പദങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ നബിക്കും റസൂലിനും ഇടയിൽ ചെറിയ മാറ്റങ്ങളുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കും. മാത്രമല്ല, ചില പ്രവാചകന്മാരെ കുറിച്ച് പറയുമ്പോൾ തന്നെ അള്ളാഹ് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വദ്കുറു ഫിൽ കിതാബി മൂസാ ഇന്നഹു കാന മുഖ്ലസൻ വകാന റസൂലൻ നബിയ്യാ. റസൂലാണ്, അതോടൊപ്പം നബിയാണ്, അല്ലെങ്കിൽ നബിയാണ് റസൂലുമാണ്. വദ്കുറു ഫിൽ കിതാബി ഇസ്മാഈൽ ഇന്നഹു കാന സ്വാദിഖൽ വഅദി വകാന റസൂലൻ നബിയ്യാ. അല്ലേ? ഇസ്മായിൽ നബി അലൈഹി സ്വലാമിനെ കുറിച്ച് പറയുന്നു. അപ്പോ റസൂലും നബിയും തമ്മിൽ ചെറിയ വ്യത്യാസമുണ്ട് എന്നർത്ഥം. മഹാനായ ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സിൽസിലത്തുൽ അഹാദീസു സ്വഹീഹയിൽ അദ്ദേഹം ഈ പരാമർശങ്ങളെല്ലാം എടുത്തു പറഞ്ഞ് അതിൽ അദ്ദേഹം നൽകുന്ന ഒരു വ്യാഖ്യാനമുണ്ട്. ഈ റസൂല്, നബി എന്നുള്ളതിനെ കുറിച്ച് അദ്ദേഹം നൽകുന്ന ഒരു വ്യാഖ്യാനത്തിൽ കാണാം, മുമ്പ് കഴിഞ്ഞു പോയ ശരീഅത്തിനെ അംഗീകരിച്ചുകൊണ്ട് നിയോഗിക്കപ്പെടുന്ന ആളാണ് നബി. നിലവിൽ അവിടെ എന്തുണ്ട്? ഒരു ശരീഅത്തുണ്ട്. ആ ശരീഅത്തിൽ തന്നെ വരുന്ന ഒരു നബി, അതായത് ആ ശരീഅത്ത് അംഗീകരിച്ചുകൊണ്ട് അതിലേക്ക് തന്നെ ആളുകളെ ക്ഷണിക്കുന്ന ഒരാള്, അതാണ് നബി എന്ന് പറയുന്നത്. എന്നാൽ റസൂല് എന്നത് മറ്റൊരു ശരീഅത്തുമായിട്ടാണ് വരിക. നിലവിലുള്ള വിശ്വാസങ്ങള് അല്ലെങ്കിൽ അതിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തി മറ്റൊരു ശരീഅത്തുമായിട്ടാണ് നിയോഗിക്കപ്പെടുക. അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ആളാണ് റസൂല് എന്ന് പറയുന്നത്. അപ്പോ നബി എന്ന് പറയുന്നത് മുമ്പ് കഴിഞ്ഞുപോയ ശരീഅത്തിനെ അംഗീകരിച്ചുകൊണ്ട് നിയോഗിക്കപ്പെടുന്ന ആളാണ്. റസൂൽ എന്ന് പറഞ്ഞാൽ ഒരു ശരീഅത്തുമായി നിയോഗിക്കപ്പെടുകയും അതിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുകയും ചെയ്യുന്ന ആളാണ്. ഇതാണ് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അതിനെ നൽകിയ ഒരു വിശദീകരണത്തിൽ കാണുവാൻ സാധിക്കുന്നത്. ഏതായിരുന്നാലും ഇങ്ങനെ കടന്നു വന്ന പ്രവാചകന്മാർ, ഒരുപാട് പ്രവാചകന്മാര്, എത്ര പ്രവാചകന്മാരാണ് ലോകത്ത് കടന്നു വന്നത്? സാധാരണ നമ്മൾ കണക്ക് പറയാറുണ്ട്. എത്ര പറയാം? 1,24,000 എന്നൊക്കെ പറയാറുണ്ട്. പ്രവാചകന്മാര് വന്നിട്ടുണ്ട്. അതിൽ 313 അല്ലെങ്കിൽ 315 മുർസലുകളുണ്ട് എന്നൊക്കെ സാധാരണ ഈ ചരിത്രങ്ങൾ വായിക്കുന്നിടത്ത് അല്ലെങ്കിൽ പറയുന്നിടത്തൊക്കെ ചില ആളുകൾ ഇങ്ങനെ പറയാറുണ്ട്. പക്ഷെ അതിനൊന്നും എന്തില്ല, കൃത്യമായ ഒരു പ്രമാണങ്ങളൊന്നും പിൻബലം നൽകുന്നില്ല. എന്നാൽ ഖുർആനിൽ പരാമർശിക്കുന്ന 25 നബിമാര്, അതിനേക്കാൾ അധികം പ്രവാചകന്മാരുണ്ട് എന്നുള്ളത് എന്തായാലും ഖുർആൻ പറയുന്ന വിഷയമാണ്, അല്ലെ? ഖുർആന്റെ സൂറത്ത് 40-ാം അധ്യായം 78-ാമത്തെ ആയത്തിൽ കാണാം, വലഖദ് അർസൽനാ റസൂലൻ മിൻ ഖബ്ലിക മിൻഹും മൻ ഖസസ്നാ അലൈക വമിൻഹും മൻ ലം നഖ്സസ് അലൈക. അല്ലാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് പറയാണ്, നിനക്ക് മുമ്പ് നാം പല ദൂതന്മാരെയും അയച്ചിട്ടുണ്ട്. അവരിൽ ചിലരെ പറ്റി നാം നിനക്ക് വിവരിച്ചു വന്നിട്ടുണ്ട്, ചിലരെ കുറിച്ച് നാം വിവരിച്ചു തന്നിട്ടില്ല. 25 നബിമാരുടെ ചരിത്രം ഖുർആന് പറയുന്നുണ്ട്, അല്ലെങ്കിൽ നാമങ്ങൾ പറയുന്നുണ്ട്. അതിലധികം പ്രവാചകന്മാരുണ്ട് എന്നുള്ള സൂചനയും അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ നൽകുന്നുണ്ട്. കൃത്യമായ ഒരു കണക്ക് ആയത്തിലോ ഹദീത്തിലോ വന്നിട്ടില്ല എന്നർത്ഥം.
ഇങ്ങനെ വന്ന സർവ പ്രവാചകന്മാരും, അത് നബിയായാലും റസൂലായാലും, അവരെല്ലാവരും കേട്ട ഒരു ആരോപണമായിരുന്നു, നിങ്ങൾ ഞങ്ങളെപ്പോലെയുള്ള ഒരു സാധാരണ മനുഷ്യൻ മാത്രമാണ് എന്നത്. അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ വിമർശിക്കാൻ, പിന്നെ തടയിടാൻ കണ്ടെത്തിയ ഒരു പുതിയ തീരുമാനമൊന്നുമല്ല. ലോകത്ത് കടന്നു വന്ന സർവ പ്രവാചകന്മാരും ആ ജനതയിൽ നിന്ന് കേട്ട ഒരു ആക്ഷേപമായിരുന്നു, നിങ്ങൾക്ക് ഞങ്ങളെക്കാൾ എന്ത് പ്രത്യേകതയുള്ളത്? നിങ്ങൾ ഞങ്ങളെ കൂട്ടത്തിൽ ജനിച്ചു വളർന്ന് ജീവിച്ച ആളല്ലേ? അപ്പോ വിശ്വസിക്കുന്ന ആളുകളോട് ചോദിക്കും, നിങ്ങളെ പോലെ തന്നെയുള്ള ഒരു മനുഷ്യനെയാണോ നിങ്ങൾ പിന്തുടരുന്നത് എന്നിങ്ങനെ പരിഹസിച്ചുകൊണ്ടുള്ള ചോദ്യം. മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം, നേരത്തെ പറഞ്ഞു ഒന്നാമത്തെ റസൂലാണ്. ആ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുമ്പോ സൂറത്തുൽ മുഅ്മിനൂൻ അതിന്റെ 23, 24 ആയത്തുകളിൽ കാണാം, വലഖദ് അർസൽനാ നൂഹൻ ഇലാ ഖൗമിഹി. നൂഹ് നബി അലൈഹിസ്സലാമിനെ അദ്ദേഹത്തിന്റെ ജനതയിലേക്ക് നാം അയച്ചു. ഫഖാല, അദ്ദേഹം പറഞ്ഞു, യാ ഖൗമി, എന്റെ ജനങ്ങളെ, ഉഅ്ബുദുല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ ഇബാദത്ത് ചെയ്യണേ. മാ ലക്കും മിൻ ഇലാഹിൻ ഗൈറുഹു, അല്ലാഹുവല്ലാതെ നിങ്ങൾക്കൊരു ഇലാഹില്ല. അഫലാ തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പുലർത്തുന്നില്ലേ? എന്താ ആളുകൾ തിരിച്ചു പറഞ്ഞത്? ഫഖാലൽ മലഉൽ ലദീന കഫറൂ മിൻ ഖൗമിഹി, അദ്ദേഹത്തിന്റെ ജനതയിലെ സത്യനിഷേധികളായ പ്രമാണിമാര് പറഞ്ഞു, മാ ഹാദാ ഇല്ലാ ബശറും മിസ്ലുക്കും, ഇവൻ നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു. നിങ്ങളെപ്പോലെയുള്ള ഒരു മനുഷ്യൻ മാത്രമാകുന്നു എന്ന് അവർ നൂഹ് നബി അലൈഹി ഇസ്ലാമിനെ കുറിച്ച് ജനങ്ങളോട് പറയണം. അല്ലെ, ഇത് ലോകത്ത് കടന്നു വന്ന സർവ നിഷേധികളും വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു കാരണമായി കണ്ടെത്തിയതായിരുന്നു മനുഷ്യന്മാരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിന്റെ 17-ാം അധ്യായം സൂറത്തുൽ ഇസ്രാഇന്റെ 94, 95 ആയത്തുകൾ അല്ലാഹു പറഞ്ഞു, വമാ മനഅന്നാസ അൻ യുഅ്മിനൂ ഇദ് ജാഅഹുൽ ഹുദാ, ജനങ്ങൾക്ക് സന്മാർഗം വന്നപ്പോ അവർ അത് വിശ്വസിക്കുന്നതിന് തടസ്സമായത്, ഇല്ലാ അൻ ഖാലൂ അബഅസല്ലാഹു ബശറൻ റസൂലാ, അല്ലാഹു ഒരു മനുഷ്യനെ ദൂതനായി നിയോഗിച്ചിരിക്കുകയാണോ എന്ന അവരുടെ വാക്ക് മാത്രമായിരുന്നു. ഇതാണ് വിശ്വസിക്കാതിരിക്കാനുള്ള ഒരു കാരണമായി അല്ലാഹു പറയുന്നത്. ഒരു മനുഷ്യനാണോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട്. ഖുൽ ലൗ കാന ഫിൽ അർളി മലായികത്തുൻ യംശൂന മുത്മഇന്നീന ലനസ്സൽനാ അലൈഹിം മിനസ് സമാഇ മലക്കർ റസൂലാ. എന്നാൽ ഭൂമി ലോകത്തുള്ള ആളുകൾ മുഴുവനും ശാന്തരായി നടന്നു പോകുന്ന മലക്കുകളായിരുന്നുവെങ്കിൽ ഞാൻ റസൂലായി ആരെയാണ് അയക്കുക? ഒരു മലക്കിനായിരിക്കും. ഇവരുടെ വാദം എന്താണ്? എന്തുകൊണ്ടൊരു മലക്കിനെ അയക്കുന്നില്ല എന്നൊക്കെയാണ്. അപ്പൊ അല്ലാഹു പറയാണ്, ഭൂമിയിലുള്ള ആളുകൾ എല്ലാവരും മലക്കുകളായിരുന്നുവെങ്കിൽ, മനുഷ്യന്മാര് വരാനുള്ള കാരണം മനുഷ്യന്മാർക്കാണ് അല്ലാഹു സന്മാർഗം അറിയിച്ചു കൊടുക്കാൻ ദൂതന്മാരെ അയക്കുന്നത്. അപ്പോ മനുഷ്യന്മാര് തന്നെ വരണം. അപ്പോഴാണ് മനുഷ്യന്മാരെ കുറിച്ചുള്ള കൃത്യമായ ബോധം അവർക്ക് നൽകാൻ പറ്റുകയുള്ളൂ. മലക്കുകളായിരുന്നു ഭൂമിയിൽ ഉണ്ടായിരുന്നത് എങ്കിൽ ഞാൻ മലക്കുകളെ അയക്കുമായിരുന്നു എന്ന്
അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോൾ ഇതാണ് ഒന്നാമത്തെ ആരോപണം. അവരുണ്ടാക്കിയ ഒന്നാമത്തെ ആരോപണം ഇതാണ്: ഒരു മനുഷ്യനാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ഇന്നമാ അന ബശറുൻ മിസ്ലുക്കും. ശത്രുക്കൾക്ക് വരെ ബോധ്യമായി റസൂലുള്ളാഹി ഒരു മനുഷ്യനാണ് എന്നുള്ളത്. നമ്മളെ പോലെയുള്ള ഒരു മനുഷ്യനാണ്. ഇന്ന് നമ്മുടെ നാടുകളിൽ, ഇന്നു എന്നല്ല മുമ്പേ നമുക്കു നേരെ ചില ആളുകൾ ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിനെ മുജാഹിദുകൾ സാധാരണ മനുഷ്യനാക്കി. ഇങ്ങനെയാണ് പറയുന്നത് അല്ലേ? നമ്മൾ മുമ്പ് സൂചിപ്പിച്ചത് കേട്ടതൊന്നും വല്ല അരണ്യാക്കി നീട്ടിയെന്ന് പറയുമ്പോൾ അള്ളാന്റെ റസൂല് മനുഷ്യനാണ് എന്നുള്ളത് മുശ്രിക്കുകൾ തന്നെ എന്ത് ചെയ്യുന്നു? ആളുകളോട് ഒരു പരിഹാസ രൂപത്തിൽ ചോദിക്കുന്ന കാര്യം, ഈ മനുഷ്യനെയാണല്ലോ നിങ്ങൾ പിൻപറ്റുന്നത് എന്ന്. റസൂലുള്ള മനുഷ്യനാണ്, ഒരു സംശയമില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ഭൂമി ലോകത്തേക്ക് അല്ലാഹു ദൂതന്മാരായി അയച്ചവരെല്ലാവരും മനുഷ്യര് തന്നെയാണ്. മനുഷ്യർ എന്ന് മാത്രമല്ല, അവരെല്ലാവരും പുരുഷന്മാര് തന്നെയായിരുന്നു എന്നും ഖുർആനിലൂടെ പടച്ച റബ്ബ് പറയുന്നുണ്ട്. മനുഷ്യൻ മാത്രമല്ല, അയച്ചത് മുഴുവനും അല്ലാഹു പുരുഷന്മാരെ തന്നെയാണ് എന്നും പറഞ്ഞു. അല്ലാഹു പറഞ്ഞു, വമാ അർസൽനാ ഖബ്ലക ഇല്ലാ റിജാലൻ നൂഹി ഇലൈഹിം. നിനക്ക് മുമ്പ് പുരുഷന്മാരെ അല്ലാതെ നാം ദൂതന്മാരായി നിയോഗിച്ചിട്ടില്ല. വന്നവരെല്ലാവരും മനുഷ്യന്മാരാണ്, മനുഷ്യന്മാരിൽ വന്നവരെല്ലാം പുരുഷന്മാരാണ്. ദൂതന്മാരായി വന്നവരെല്ലാം പുരുഷന്മാരാണ്. പക്ഷെ സാധാരണ ആളുകളിൽ നിന്ന് അവർക്കുള്ള വ്യത്യാസം എന്താണ്? അതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നൂഹി ഇലൈഹി. നാം അള്ളാഹു പറയാണ്, പ്രവാചകന്മാർക്ക് നാം എന്ത് നൽകുന്നുണ്ട്? വഹ്യ് നൽകുന്നുണ്ട്. ഈ വ്യത്യാസമാണ് മറ്റു മനുഷ്യരിൽ നിന്ന് പ്രവാചകന്മാർക്കുള്ളത്. പ്രവാചകന്മാർക്ക് എന്തുണ്ട്? വഹ്യ് നൽകുന്നുണ്ട്. നേരത്തെ പറഞ്ഞ ആയത്തിന്റെ ബാക്കി എന്താ? സൂറത്തുൽ അൽ കഹ്ഫിന്റെ അവസാനത്തെ ആയത്ത്, ഖുൽ ഇന്നമാ അന ബശറും മിസ്ലുക്കും യൂഹാ ഇലയ്യ. എന്നിലേക്ക് വഹ്യ് നൽകപ്പെടുന്നുണ്ട്. ഇതാണ് വ്യത്യാസം. വഹ്യ് ലഭിക്കുന്നു. സാധാരണ ആളുകളിൽ നിന്നുള്ള വ്യത്യാസം എന്ന് പറയുന്നത്, പ്രവാചകന്മാർക്ക് എന്ത് ലഭിക്കുന്നുണ്ട്? വഹ്യ് ലഭിക്കുന്നുണ്ട്. അല്ലാത്ത വേറെ ഒരു വ്യത്യാസവുമില്ല. അവരും മനുഷ്യന്മാര് തന്നെയാണ്. ആളുകൾ പറയാ, മാലിഹാദർ റസൂൽ യഅകുലു ത്വആമ വയംശി ഫിൽ അസ്വാഖ്. ഇതെന്തു റസൂലാണ്? ഭക്ഷണം കഴിക്കുന്നു, അങ്ങാടികളിലൂടെ നടക്കുന്നു, ഇദ്ദേഹം എങ്ങനെയാ റസൂലാവുക എന്നിങ്ങനെയാണ് ആളുകൾ കളിയാക്കി പരിഹസിച്ചുകൊണ്ട് ചോദിക്കുന്നത്. അതിനാണ് പടച്ച റബ്ബ് കൊടുക്കുന്നത്, അവരും മനുഷ്യന്മാര് തന്നെയാണ്. അവർക്കും ഭക്ഷണം കഴിക്കണം, അവർക്കും വെള്ളം കുടിക്കണം, അവർക്കും ഇണകളുണ്ട്, അവർക്കും മക്കളുണ്ട്. പക്ഷേ നിങ്ങൾക്ക് കിട്ടാത്ത അള്ളാഹുവിൽ നിന്നുള്ള വഹ്യ് അത് അവരിലേക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് അവരുടെ വ്യത്യാസമെന്ന് റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു. അതാണ് ഇവിടെ ശത്രുക്കൾ കൂടിയെടുത്ത ഒരു തീരുമാനം. ഇല്ല ബശറുൻ മിസ്ലുക്കും. ഇനി രണ്ടാമത് അവർ ഖുർആനിന്റെ വചനങ്ങളെ കുറിച്ച് പറഞ്ഞ വാക്കാണ്. എന്താണ്? അഫതഅതൂന സിഹ്റ. അഫതഅതൂന സിഹ്റ. സിഹ്ർ എന്ന് പറഞ്ഞാൽ സിഹ്ർ മാരണം എന്ന് പറയാ,
ഇവിടെ ജാലവിദ്യ, അല്ലെ? ജാലവിദ്യ. അഫതഅ്തൂന, ശരിക്ക് അവിടെ പിന്നെ അറബി ഭാഷയിൽ ആ പ്രയോഗം വരേണ്ടത് ഫ അതഅ്തൂന എന്നാണ്. ഫ അതഅ്തൂന എന്നാണ്. പക്ഷെ എന്തേ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഇസ്തിഫ്ഹാമിന്റെ അദാത്ത് അവിടെ അംസ ചോദ്യരൂപത്തിലാണ്. അല്ലാഹു, അല്ലേ? അല്ലാഹു ആണോ? അഅൻതും അൻസൽതുമൂഹു മിനൽ മുസ്ൽ, അഅൻതും നിങ്ങളാണോ? ആ അംസ ഉണ്ടല്ലോ, അതാണ് ഇവിടത്തെ അ എന്ന അംസ. ശരിക്കും അത് എപ്പോഴും തുടക്കത്തിലാണ് വരിക, ആ ഒരു പദത്തിന് തുടക്കത്തിലാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ അഫതഅ്തൂന എന്ന് വന്നത്. ശരിക്ക് ഫ അതിനാൽ, എന്നാൽ അതഅ്തൂന സിഹ്റ, അതഅ്തൂന നിങ്ങൾ ചെല്ലുകയാണോ? അതാ യഅതി എന്ന് പറഞ്ഞ ശരിക്ക് വന്നു എന്നാണ്. അതാ യഅതി വന്നു. നിങ്ങൾ വരികയാണോ, നിങ്ങൾ ചെല്ലുകയാണോ? അസ്സിഹ്റ എന്തിലേക്ക്? ജാലവിദ്യയിലേക്ക്. ജാലവിദ്യയിലേക്ക്, സിഹ്റിലേക്ക് നിങ്ങൾ ചെല്ലുകയാണോ? സിഹ്റിലേക്ക്, അതായത് മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനാണ്. അപ്പോ മുഹമ്മദ് നിങ്ങൾക്ക് മുന്നിൽ വിളിച്ചു പറയുന്ന കാര്യങ്ങളെല്ലാം ഒരു ജാലവിദ്യയാണ്. അവൻ കാണിക്കുന്നതൊക്കെ ഒരു ജാലവിദ്യയാണ്. അത് അംഗീകരിക്കുകയാണോ നിങ്ങൾ? നിങ്ങളെ പോലെയുള്ള ഒരു മനുഷ്യനെ നിങ്ങൾ പിന്തുടരുകയോ? നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു വ്യത്യാസം അവന് വേണ്ടേ എന്നൊക്കെ ചോദിച്ച് കളിയാക്കുകയാണ്, അല്ലെ? നമ്മുടെ നാടുകളിലും സാധാരണ കാണാം, നമ്മളൊരു നന്മ ആളുകൾക്ക് അറിയിച്ചു കൊടുത്താൽ, ഓ എന്നോട് പറയാൻ നീ ആരാ, ഇപ്പന്നേ നന്നായി ഉണ്ടല്ലോ. അതിനങ്ങട്ട് ആ പറയുന്ന ആളെ പറയാനുള്ള ഒരു യോഗ്യതയുമില്ലാത്ത വിധത്തിൽ നിന്നിട്ട് എരപ്പാക്കാൻ അറിയില്ല. എന്തെങ്കിലും ഒരു കാര്യം ഒരാളോട് പറയുമ്പോ എന്നോട് പറയാൻ നീ ആരാ, എന്ത് യോഗ്യത നിനക്കുള്ളതൊക്കെ ഇങ്ങനെ ആളെന്ത് ചെയ്യാ, നിരുത്സാഹപ്പെടുത്തുക. അപ്പൊ ഇങ്ങനെ തളർത്തിക്കളയുക എന്നുള്ളതാണ് മാനസികമായി. കാരണം ശാരീരികമായി അവർ പലതും ചെയ്തു നോക്കുന്നുണ്ട്, ശത്രുക്കള് തടയിടാൻ, പക്ഷെ ഒന്നും നടക്കണില്ല. ഇനി മാനസികമായ തളർത്തലാണ് അവരുടെ അടുത്ത പ്ലാൻ. അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്, മുഹമ്മദ് ഒരു മനുഷ്യനാണ്, അവൻ കാണിക്കുന്നത് പറയുന്നത് സിഹ്റാണ്, ജാലവിദ്യയാണ്. വഅൻതും തുബ്സിറൂൻ, വഅൻതും, അൻതും എന്താ അൻതും എന്നാല്? നിങ്ങൾ, അല്ലെ? അൻതും, അൻത എന്ന് പറഞ്ഞാൽ നീ എന്നാണ്. അൻത നീ, അന എന്ന് പറഞ്ഞാൽ ഞാൻ, അല്ലെ? ഹുവ എന്ന് പറഞ്ഞാൽ അവൻ, ഹിയ അവൾ, അല്ലെ? ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഇതിന്റെ കൂടെ ഇങ്ങനെ പഠിച്ചു വെക്കൽ നല്ലതാണ്. അൻത നീ, അൻതും നിങ്ങൾ, അന ഞാൻ, നഹ്നു നമ്മൾ അല്ലെങ്കിൽ ഞങ്ങൾ, അല്ലെ? വഅൻതും നിങ്ങളാണ്, നിങ്ങളായിരിക്കെ, തുബ്സിറൂൻ, ബസറ യുബ്സിറു എന്നാല് ബസറ, ബസർ കാഴ്ച, അല്ലെ? ബസറ എന്ന് പറഞ്ഞാൽ കണ്ടു. നിങ്ങൾ കണ്ടുകൊണ്ട് തന്നെ നിങ്ങൾ കാണുകയും ചെയ്യുന്നു. അപ്പൊ ഈ ആളുകളോട്, സാധാരണക്കാരായ ആളുകളെ, അങ്ങനെ ഉണ്ടല്ലോ, സാധാരണക്കാരായ ആളുകളെയാണ് എന്ത് ചെയ്യുക, പൊട്ടീസാക്കാൻ എക്കാലത്തും ശ്രമിക്കാറുള്ളത്.
അപ്പൊ ഈ സാധാരണക്കാരായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയില് വിശ്വസിച്ചു കൊണ്ടിരിക്കുന്ന ആളുകളോട് പറയാണ്, മുഹമ്മദ് നിങ്ങളെപ്പോലെ ഒരു മനുഷ്യനാണ്. എന്നിട്ടും നിങ്ങൾ ഇതൊക്കെ അറിഞ്ഞുകൊണ്ടും ആ ജാലവിദ്യയിലേക്ക് നിങ്ങൾ ചെല്ലുകയാണോ? അവൻ കാണിക്കുന്ന ആ ജപ്പടി വിദ്യകളിലേക്ക് നിങ്ങൾ വീണ്ടും ചെല്ലുകയാണോ? അത് ഉൾക്കൊള്ളാൻ, അത് സ്വീകരിക്കാൻ നിങ്ങൾ വീണ്ടും തയ്യാറാവുകയാണോ? സാധാരണക്കാരായ ആളുകളെ എന്ത് ചെയ്യാണ് ശത്രുക്കള് ഇതും പറഞ്ഞിട്ട് ഖുർആനിൽ നിന്ന്, പ്രവാചകരിൽ നിന്ന് അകറ്റി നിർത്തുന്ന ഒരു ശൈലിയാണ് നമ്മൾ കാണുന്നത് എന്നർത്ഥം. ഇവിടെ ഇതൊക്കെ അവരെടുത്ത ഓരോരോ തീരുമാനങ്ങളാണ്. അതിൽ ഒന്നാമത്തെ തീരുമാനമായിരുന്നു മുഹമ്മദ് ഒരു സാധാരണ മനുഷ്യനാണെന്നുള്ളത്. അത് ക്ലച്ച് പിടിക്കാതെ വരുമ്പോ അവര് പറഞ്ഞതാണ് മുഹമ്മദ് ഒരു സാഹിറാണ്. എന്താണ് സാഹിർ? ജാലവിദ്യക്കാരൻ അല്ലേ? ഇപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം മതം സ്വീകരിക്കാനുണ്ടായ കാരണങ്ങളെ കുറിച്ച് പറയുന്ന പല സംഭവങ്ങളുണ്ട്. അപ്പൊ നമ്മളതിൽ ത്വാഹ സൂറത്താണ് സാധാരണ പറയാറുള്ളത്. പക്ഷെ അതിനേക്കാൾ കൂടുതൽ ഫിഖത്തുള്ള സംഭവമാണ് സൂറത്തുൽ ഖലം. സൂറത്തുൽ ഖലമിന്റെ ആ അവസാന ഭാഗം, അതായത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തുൽ ഹാഖ ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം എന്ത് ചെയ്തു? മുഹമ്മദ് നബിയെ കഅബയിൽ ചവിട്ടാൻ സമ്മതിക്കൂല. മുഹമ്മദ് നബി കഅബയിലേക്ക് എത്തുന്നതിന് മുമ്പ് കഅബയിൽ എത്തിയിട്ട് എന്ത് ചെയ്യണം? മുഹമ്മദിനെ തടയണം എന്ന തീരുമാനത്തോടു കൂടി പോവുകയാണ്. പക്ഷെ ഉമർ റളിയല്ലാഹു അൻഹു കഅബയിൽ എത്തിയപ്പോഴേക്ക് അവിടെ ആരെത്തിയിട്ടുണ്ടായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ വെച്ചുകൊണ്ട് സൂറത്തുൽ ഹാഖ പാരായണം ചെയ്യാണ്. സൂറത്തുൽ ഹാഖ. അപ്പൊ ഇത് ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിനെ വല്ലാതെ ഇങ്ങനെ പിടിച്ച് കുലുക്കാൻ തുടങ്ങി. ഈ ആയത്തുകൾ ഇങ്ങനെ കയറാൻ തുടങ്ങി ഹൃദയത്തിലേക്ക്. ഉമറിന്റെ ചിന്തകൾ മാറിപ്പോവുകയാണ്. പിന്നെ അവസാനം ഉമർ സമാധാനിക്കാണ്. ഇത് ഏതോ കവിയുടെ വാക്കുകളാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ മനസ്സിൽ ഈ ചിന്ത വരുമ്പോഴേക്ക് റസൂലുള്ളാഹിന്റെ പാരായണം എവിടെ എത്തി? വമാ ഹുവ ബിഖൗലി ശാഇർ, ഇതൊരു കവിയുടെ വാക്കല്ല. ഉമർ റളിയല്ലാഹു മനസ്സിൽ ചിന്ത വന്നപ്പോഴേക്ക് റസൂലുള്ളാഹിന്റെ ഓത്ത് ഇവിടെ എത്തി. അപ്പോ ഇത് രണ്ടും കൂട്ടിമുട്ടി. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ചിന്തയും റസൂലുള്ളാഹിന്റെ ഈ പാരായണവും തമ്മിൽ എന്തായി? ഒരു ബന്ധമുണ്ടായി. അപ്പൊ വീണ്ടും ഉമറിന്റെ ചിന്ത പോവുകയാണ്. പിന്നെ ഉമർ പറഞ്ഞു, ഇതൊരു ജ്യോത്സ്യന്റെ വാക്കുകളാണ്. അപ്പൊ അടുത്ത ആയത്ത് റസൂലുള്ളാഹി ഓതുകയാണ്, വലാ ബിഖൗലി കാഹിൻ, ഇതൊരു ജ്യോത്സ്യന്റെയും വാക്കല്ല. ഖലീലം മാ തദക്കറൂൻ തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഇത് ലോകങ്ങൾ മുഴുവനും അടക്കി ഭരിച്ചുകൊണ്ടിരിക്കുന്ന റബ്ബുൽ ആലമീനിൽ നിന്ന് അവതീർണമായ വാക്കുകളാണ്. ഇതാണ് ഉമർ റളിയല്ലാഹു അൻഹുവിനെ മാറ്റാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നതാണ്. അപ്പൊ ഈ ശത്രുക്കളുടെ അസത്യത്തിന് എന്തില്ല? ഒരു നിലനിൽപ്പുണ്ടാവില്ല. ഈ ദുരാരോപണമാണ്. ഒന്ന് പറയും, ക്ലച്ച് പിടിക്കൂലാണ്ട വേറൊന്ന് പറയും. അങ്ങനെയാണല്ലോ. ആദ്യം പറഞ്ഞു മനുഷ്യനാണ്, പിന്നെ പറഞ്ഞു സാഹിറാണ്. ഇങ്ങനെ ഇനി വീണ്ടും എന്താണ്? ഇവരുടെ ആരോപണങ്ങളാണ് വന്നു കൊണ്ടിരിക്കുന്നത്. അടുത്ത ആയത്തുകളിലായി നമുക്ക് ഇനിയും അതാണ് പഠിക്കാനുള്ളത്. അപ്പൊ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, പ്രബോധനത്തെ തടസ്സപ്പെടുത്താൻ ശ്രമിക്കരുത്. അത് ളാലിമീങ്ങളുടെ പണിയാണ്.
മറ്റുള്ളവർക്കു നേരെ ആരോപണങ്ങൾ ഉന്നയിക്കുക എന്നതും അവർക്ക് കിട്ടിയ അനുഗ്രഹങ്ങളിൽ അസൂയ വെച്ച് പുലർത്തുക എന്നതും എന്താണ്? അക്രമികളായ ആളുകളുടെ സ്വഭാവങ്ങളായി നമ്മൾ മനസ്സിലാക്കണം എന്നതാണ് ഈ ആയത്ത് നമുക്ക് നൽകുന്ന പാഠം. ഇത് ഉൾക്കൊണ്ട് ജീവിക്കാൻ ഞാനും നിങ്ങളും ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك. السلام عليكم ورحمة الله وبركاته.